അത് ഭിന്ന വിഭാഗങ്ങൾ, ഭിന്ന ശൈലികൾ, ഭിന്ന ആശയങ്ങളോടൊക്കെയുള്ള പകപോക്കലായിട്ട് മാറുമ്പോഴത്തേക്കാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ആധുനിക മാധ്യമരംഗം ഇതുപോലെയുള്ള ധാരാളം വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഒരു യൂണിറ്റിലെ റെസിഡന്റ് എടുത്തത് ഒരു കത്ത് അയച്ചത്. സാധാരണ രീതിയിലെ മറ്റ് യൂണിറ്റുകളിലൊക്കെ കത്ത് വരുമ്പോൾ കോട്ടയം ഹെഡ് ഓഫീസ് ആകും. അപ്പോൾ കത്ത് കവറിനകത്ത് അയക്കും, അത് എഡിറ്റോറിയൽ പേജ് കൊടുക്കാനായിട്ട് അയക്കും. അപ്പോൾ ആ കത്തിന്റെ കൂട്ടത്തിൽ ഒരു കവറിംഗ് ലെറ്റർ ഉണ്ട്, റെസിഡന്റ് എടുത്തിട്ട് കവറിംഗ് ലെറ്റർ ഉണ്ട്. സാധാരണ രീതിയിലെ കവറിംഗ് ലെറ്റർ അയക്കുന്നത് എങ്ങനെ കിട്ടുമെന്ന് കയറ്റി വിടണം, അല്ലെങ്കിൽ ഈ കത്ത് സാധാരണ രീതിയിൽ ഒരു കത്തായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കോട്ടയിലേക്ക് പോകാനോ അല്ലെങ്കിൽ മാറ്റി വെക്കാനാണോ സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും കയറ്റി വിടണമെന്ന് ആരെങ്കിലും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു ആമുഖ കുറിപ്പോടുകൂടി ലെറ്ററോട് കൂടിയാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ അത് പറഞ്ഞിരിക്കുന്ന വിഷയം ഒരു നല്ലൊരു വായനക്കാരൻ, സാധാരണ വായനക്കാരൻ, സാധാരണ TV ശ്രവിക്കുന്ന ഒരാള്, റേഡിയോ TV ഒക്കെ കാണുന്നയാള്, ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായി, സാധാരണക്കാരനായ ഒരു വായനക്കാരനാണ്. അപ്പൊ അദ്ദേഹം വളരെ മാധ്യമ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് ഒരു മാധ്യമം വേറൊരു മാധ്യമത്തെ പറ്റി പറയുന്ന കാര്യങ്ങൾ സാധാരണ മാധ്യമങ്ങളോട് പറയത്തില്ല, സ്വകാര്യമായിട്ടുള്ള സംഭാഷണങ്ങളിൽ പറയും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയാണ് ഇപ്പൊ അത്. വേറെ ഇപ്പം പത്രങ്ങളെ പറ്റി TV-ക്കാരോ അല്ലെങ്കിൽ TV-യെ പറ്റി, ടെലിവിഷൻ വാർത്തകളെ പറ്റി, അതിന്റെ കാര്യങ്ങളെ പറ്റി പത്രങ്ങളെ വിമർശിക്കാൻ പറയുന്നൊരു സാമാന്യ മര്യാദ അല്ല എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോഴേക്കും അതിനകത്ത് പറഞ്ഞിട്ടാണ് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ദീർഘമായൊരു കഥ, പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ മുംബൈ നടന്ന കലാപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ അടുത്ത കാലത്ത് നടന്ന വളരെ വിവാദമായിട്ടുള്ള സംഭവങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ചാനലുകളാണ് പ്രധാനമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, പത്രങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ഈ കമ്പയർ ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുമ്പോഴേക്കും ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുമ്പോഴേക്കും അടിസ്ഥാനപരമായിട്ടുള്ള സാമാന്യ മര്യാദകൾ പോലും പാലിക്കപ്പെടാതെ പോകുന്നു. മാധ്യമരംഗത്തെ വളരെ ജൂനിയറായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ പോലും വളരെ അങ്ങനൊരു വാക്കാണ്, ഗുരുതുല്യരായി കാണേണ്ട വ്യക്തികളെ പോലും ഒരു മിസ്റ്റർ എന്നോ ഒരു സ്ത്രീ എന്നോ പോലും കൂട്ടി ചേർത്ത് വിളിക്കാതെ, പത്രത്തിലാണെന്നുണ്ടെങ്കിൽ സ്ത്രീ മിസ്റ്റർ എന്ന് സാറിന് ചേർക്കല്ലെന്ന് പറയാം. പക്ഷെ എന്നാലും നമ്മൾ സംഭാഷണം നടത്തുമ്പോഴേക്കും ചില സാമാന്യ മര്യാദകളുണ്ട്. അതിൽ അദ്ദേഹം ചില ഉദാഹരണങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത്ര ആ ഒരു സാമാന്യ മര്യാദ പോലും പാലിക്കുന്നില്ല. അതുപോലെ തന്നെ ഭാഷാ പ്രയോഗത്തിന്റെ കാര്യം, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായ നന്മകളോ അടിസ്ഥാനപരമായ മൂല്യങ്ങൾക്കോ മാധ്യമ ലോകം എന്ത് പുരോഗതി കൈവരിച്ചാലും എന്ത് നേട്ടങ്ങൾ കൈവരിച്ചാലും മാറ്റങ്ങൾ വരുന്നില്ല. ആ ഉറച്ച അടിത്തറയിൽ നിന്നുകൊണ്ട് മാധ്യമ രംഗത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ് അവിടെ വെല്ലുവിളികളെ അതിജീവിക്കാനായിട്ടുള്ള ശക്തി നമുക്ക് പ്രധാനമായിട്ടും കഴിയുന്നത്. നമുക്കിപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ പല മൂല്യങ്ങളോടും അടിസ്ഥാനപരമായ പല കാര്യങ്ങളോടും നമുക്കുള്ള ഒരു അനവധാനത എന്ന് എന്ത് വേണമെങ്കിൽ പറയാം. അതിനു വേണ്ടി അതൊന്നും കാര്യമല്ല. നല്ല വാർത്തകൾ കൊടുക്കണം, ആൾക്കാർ ശ്രദ്ധിക്കുന്ന വാർത്തകൾ കൊടുക്കണം, ശ്രദ്ധിക്കപ്പെടുന്ന വാർത്തകൾ കൊടുക്കണം. ഇത് മാത്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വ്യഗ്രത. പക്ഷെ ആ വ്യഗ്രതയ്ക്കിടയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന പല സംഗതികളുമാണ്. അതിനെപ്പറ്റി നമ്മൾ ഒട്ടും കൺസേൺ അല്ല. ഈ കഴിഞ്ഞ ദിവസം ഏതൊരു ലേഖനത്തിൽ വായിച്ചതുപോലെ നമുക്കറിയാം, കഴിഞ്ഞ 2-3-4 ദിവസങ്ങൾ മുംബൈയിൽ നടന്ന ആക്രമണങ്ങൾ ശരിക്കും ഇന്ത്യയിലെ പത്രപ്രവർത്തകരിൽ വളരെ കുറച്ച് പേര് മാത്രമേ യുദ്ധരംഗത്ത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റി പ്രത്യേക പരിശീലനം സിദ്ധിച്ചവരോ അല്ലെങ്കിൽ അതിലെ ഒരു മുൻപരിചയമുള്ളവരോ. കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ആർക്കും തന്നെ അങ്ങനെ ഒരു പരിചയം ഉണ്ടാവില്ല. വളരെ അപൂർവം സ്ഥാപനങ്ങൾ 1-2 പേര് വല്ലതും ഉണ്ടായിരിക്കും, ആർക്കെങ്കിലും വല്ലതും പോയിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ മുംബൈയില് ശരിക്കും അതൊരു യുദ്ധരംഗമായിരുന്നു. ഒരു യുദ്ധരംഗത്ത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള യാതൊരു മുൻപരിചയവും ഇല്ലായിരുന്ന ഒരു വലിയ സംഘം പത്രപ്രവർത്തകർ, ഒരുപക്ഷെ CNN-ന്റെ IBന്റെ അങ്ങനെയുള്ള വലിയ മീഡിയ പ്രവർത്തകർ ഒരുപക്ഷെ അങ്ങനെയുള്ള രംഗങ്ങളിൽ പോകാനായിട്ട് പോയി അങ്ങനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പറഞ്ഞ 1-2 ചെറിയ കാര്യങ്ങളുണ്ട്. അതായത് ഈ നമുക്കറിയാമല്ലോ, ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കനുസരിച്ച് 1 ഡസനിൽ താഴെയുള്ള ഭീകരപ്രവർത്തകരാണ് ഇത്രയും പേരെ കൊന്നൊടുക്കിയതും ഇത്രയും വലിയ ഭീകരത അവിടെ സൃഷ്ടിച്ചതും. അപ്പോൾ ശരിക്കും അവിടെ ഈ ഏതോ ഒരു ചാനലിലൂടെ ഈ കമാൻഡോസ് കയറുന്ന കാര്യങ്ങളും മറ്റു സംഗതികളും എല്ലാം കാണിച്ചു കൊടുത്തത് ഈ ഭീകരപ്രവർത്തകരെ രാജ് ഹോട്ടലിനുള്ളിലിരുന്ന് അതിന്റെ അകത്തെ TV ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും അവർക്ക്
അവർക്കറിയാൻ സാധിച്ചു ഈ കമാൻഡോസ് എവിടെയാണ് കയറുക എന്നുള്ള ഇവര് അകത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം രാജ്മഹൽ ഹോട്ടലിനുള്ളിലെ എല്ലാ ചാനൽ ബന്ധങ്ങളും വാർത്താവിനിമയ ബന്ധങ്ങളും കട്ട് ചെയ്തതിനു ശേഷമാണ് കമാൻഡോസിന് ഓപ്പറേഷൻ തുടരാൻ സാധിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വളരെ യുദ്ധമുഖങ്ങൾ പോലുള്ള അങ്ങനെയുള്ള അല്ലെങ്കിൽ വളരെ അധികം പ്രശ്നസങ്കീർണമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് സമകാലീന സാഹചര്യങ്ങളെ, അത് യുദ്ധരംഗമായാലും അല്ലെങ്കിൽ ഒരു കോടതി റിപ്പോർട്ടിംഗ് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഗ്രാമീണ റിപ്പോർട്ടിംഗ് ആയാലും നമ്മൾ ആ പരിസ്ഥിതിയുമായി ആ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് ഒന്നു ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു 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 ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു പരിശീലനം അതിലുപരിയായിട്ട് അതിനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും മാധ്യമലോകം സാംസ്കാരിക രംഗത്തേക്കാൾ ഉപരിയായിട്ട് മാധ്യമലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിലെങ്കിലും വന്നിരിക്കുകയാണ്. ആ മാധ്യമലോകത്തിന്റെ മാധ്യമലോകം നേരിടുന്ന ഓരോ കാര്യങ്ങളെയും ജനം വളരെ സാഹൃദം വീക്ഷിക്കുകയാണ്. ജനങ്ങൾ വളരെയധികം ജിജ്ഞാസയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും വീക്ഷിക്കുന്നത്. പിന്നെ പഴയതുപോലെയല്ല, സത്യം എന്താണ്, യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതിനെ പറ്റി മാധ്യമ ലോകത്ത് ഉള്ള ആൾക്കാരെ പോലെ തന്നെ ബോധ്യവും അല്ലെങ്കിൽ അതേപ്പറ്റി അറിവുമുള്ള ആൾക്കാരാണ് ശ്രോതാക്കളായിട്ടുള്ളവരും വായനക്കാരായിട്ടുള്ളവരും നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കും. കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായ വലിയൊരു വാർത്തയെ പറ്റിയിട്ട്, അത് വളരെ വളരെ ഒരു 4-5 പത്രങ്ങൾ എല്ലാ ദിവസമൊക്കെ വായിക്കുന്നവരാണ്. അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ട് എന്നോട് ചോദിച്ചു, ഈ പത്രങ്ങളിലൊക്കെ പറയുന്നത് ഈ സംഭവത്തെ പറ്റി എന്താ അതിന്റെ സത്യം എന്ന് എന്തെങ്കിലും അറിയാവും, കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാവും എന്നോട് ചോദിച്ചു. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാം. അപ്പം മാധ്യമലോകത്ത് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ എല്ലാ സത്യങ്ങളും പറയാറില്ല, കുറേയൊക്കെ വിളിച്ചു വയ്ക്കുന്നൊക്കെ പറയുമല്ലോ. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. നമ്മൾ കൂടുതലായിട്ടൊന്നും അറിയാമല്ല, കൂടുതലായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതിനെ പറ്റിയിട്ട് ഇനിയും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. പക്ഷെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ഉണ്ട്. പക്ഷെ അത് തിരിച്ചറിയപ്പെടുന്നതിന് ചിലപ്പോൾ സമയമെടുക്കുന്നില്ല. പക്ഷെ അതുവരെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. സത്യം എന്താണ് എന്നുള്ളത് അറിയുന്നത് വരെ അസത്യം പറയുകയും അസത്യം പ്രചരിപ്പിക്കാതിരിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇടയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു മാധ്യമരംഗം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി സത്യത്തെ അറിയാതിരിക്കുകയും അറിയാത്ത സത്യങ്ങളും അർത്ഥസത്യങ്ങളും വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇത് ജനങ്ങളെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടും ഇതിലൂടെ. കാരണം ഒരു ജനറേഷൻ മാധ്യമങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ പത്രം പറയുന്നത് അല്ലെങ്കിൽ പത്രത്തിൽ വരുന്നത് സത്യമാണ്, പത്രങ്ങൾ സത്യമേ പറയാറുള്ളൂ, പത്രങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ചെയ്യുന്ന കുറച്ച് മനുഷ്യരെങ്കിലൂടെ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ പലരും പറയാറുണ്ട്, നിങ്ങൾ അതേപറ്റി എഴുതിയ ഇന്ന കാര്യം നന്നായി, അല്ലെങ്കിൽ നിങ്ങളത് ആ ഒരു വിഷയത്തെ പറ്റി ഒരു മുഖപ്രസംഗം എഴുതുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതേപ്പറ്റിയിട്ട് ഒന്ന് ഡീപ്പായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ ആൾക്കാരെ വിളിച്ചു പറയാറുണ്ട്. അപ്പം മാധ്യമങ്ങളുടെ വാക്കുകളെ, മാധ്യമങ്ങളുടെ അഭിപ്രായങ്ങളെ വിലമതിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. ആ സമൂഹത്തിന്റെ എങ്കിലും വിശ്വാസ്യത നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് വരും തലമുറയിലെ മാധ്യമപ്രവർത്തകർക്ക് ഉള്ളത്. അതാണ് എനിക്ക് തോന്നുന്നത് ഈ സദസ്സിലിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയും അത് തന്നെയായിരിക്കും. വിശ്വാസ്യത നഷ്ടപ്പെടാതെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്താണ് സത്യം എന്ന് പിലാത്തോസിന്റെ അരവിനെ ചോദിച്ചപ്പോൾ യേശുക്രിസ്തുവിന് പോലും പൂർണ്ണമായും അർത്ഥം കൊടുക്കാനായിട്ട് മറുപടി കൊടുക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് സത്യം എന്നുള്ളതിനെ പറ്റിയിട്ട് ചിലപ്പോൾ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ എന്താണ് അസത്യം എന്ന് നമുക്കറിയാവുന്നുണ്ടെങ്കിൽ, എന്താണ് യാഥാർത്ഥ്യമല്ലാത്തത് എന്ന് നമുക്കറിയാവുന്നുണ്ടെങ്കിൽ, അത് വെറും കൊമേഴ്ഷ്യലിസത്തിന്റെയും പ്രൊഫഷണലിസത്തിന്റെയും പേരില് അല്ലെങ്കിൽ മത്സരത്തിന്റെ പേരില് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്, അരുവിയില് വിഷം കലക്കുന്നതിന് തുല്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് ചെന്ന് പതിക്കുന്ന സ്ഥലം നമുക്കറിയാൻ പാടില്ല. അപരിചിതരുടെ ഇടയിലേക്കായിരിക്കും വരുന്നത്.